ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളുടെ ഓണപരീക്ഷയുടെ കേരള പാഠാവലിയുടെ ചോദ്യ പേപ്പറാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം കണ്ടെത്തി എഴുതൂ. 2 മുറികൾ ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ ഉപേക്ഷിച്ച് ഒരൊറ്റ മുറി വാടകയ്ക്കെടുത്തു. സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുവാനായി ഒരു സ്റ്റൗ വാങ്ങി. വെറും 20 മിനിറ്റായിരുന്നു ഇതിനു വേണ്ടി വന്നത്. ഓട്സ് പൗഡർ കൊണ്ട് കഞ്ഞി തയ്യാറാക്കുകയും കൊക്കോ തയ്യാറാക്കുവാൻ വെള്ളം തിളപ്പിക്കുകയും മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. പുറത്തു നിന്നായിരുന്നു എൻ്റെ ഉച്ചഭക്ഷണം. വീട്ടിൽ തന്നെ റൊട്ടിയും കൊക്കോയും അത്താഴത്തിന് തയ്യാറാക്കി. 1 ഷില്ലിങ്ങും 3 പെൻസും കൊണ്ട് അങ്ങനെ ഒരു ദിനം ചെലവഴിക്കുവാൻ കഴിഞ്ഞു. അക്കാലം വളരെ ശ്രദ്ധാപൂർവമായ പഠനത്തിൻ്റെ കാലം കൂടിയായിരുന്നു. ലാളിത്യം നിറഞ്ഞ ജീവിതം എനിക്ക് വളരെയധികം സമയം നൽകുകയും പരീക്ഷയിൽ ഞാൻ മുന്നേറുകയും ചെയ്തു. ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്കിത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തൻ്റെ ആത്മകഥയിൽ സ്റ്റൗ വാങ്ങിയ കാര്യം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് ഗ്യാസ് സ്റ്റൗ വാങ്ങിയത്? സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ, വെള്ളം ചൂടാക്കാൻ, ആവശ്യമൊന്നുമില്ലാതെ പുറത്തുനിന്ന് ഉച്ചഭക്ഷണം കഴിക്കാതിരിക്കാൻ. സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനാണ്. ചോദ്യം 2. അദ്ദേഹം അത്താഴത്തിന് എന്താണ് തയ്യാറാക്കിയത്? ചപ്പാത്തി, കഞ്ഞി, റൊട്ടിയും കൊക്കോയും, പാൽ. റൊട്ടിയും കൊക്കോയുമാണ് ശരിയായ ഉത്തരം. ചോദ്യം 3. ജീവിതം ലളിതമാക്കാൻ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിൽ ശ്രദ്ധേയമായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ്? 1. 1 ഷില്ലിങ്ങും 3 പെൻസും കൊണ്ട് ഒരു ദിവസം ചെലവഴിക്കാനായത്. 2. തന്നേക്കാൾ ലളിത ജീവിതം നയിക്കുന്നവരുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൽ 1 ആണല്ലേ ശരി. ചോദ്യം 4. നമുക്ക് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1 പരീക്ഷയിൽ ഞാൻ മുന്നേറി. 2 ഒരു മുറി വാടകയ്ക്കെടുത്തു. 3 പുറത്തു നിന്നായിരുന്നു ഉച്ചഭക്ഷണം. 4 ഓട്സ് പൗഡർ കൊണ്ട് കഞ്ഞി തയ്യാറാക്കി. നേരത്തെ വായിച്ച ഖണ്ഡികയിലെ ആശയങ്ങൾ താഴെ നൽകിയ ഏത് ക്രമമാണ് ശരിയാകുന്നത്? ആദ്യം വരുന്നത് ഒരു മുറി വാടകയ്ക്കെടുത്തു, അതായത് 2. പിന്നെ പുറത്തു നിന്നായിരുന്നു ഉച്ചഭക്ഷണം 3. പിന്നെ ഓട്സ് പൗഡർ കൊണ്ട് കഞ്ഞി തയ്യാറാക്കി 4. പിന്നെ പരീക്ഷയിൽ ഞാൻ മുന്നേറി 1. അപ്പോൾ 2, 3, 4, 1 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓർഡർ, അതായത് സി ആണ് കേട്ടോ ഉത്തരം. പ്രവർത്തനം 2, കത്ത്. ചോദ്യം എ. കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന കഥ ഇഷ്ടമായില്ലേ? ഈ കഥയെ പരിചയപ്പെടുത്തി ഒരു സുഹൃത്തിന് കത്തെഴുതുക. കത്തെഴുതുമ്പോൾ ആദ്യം ഒരു ബോർഡർ വരയ്ക്കുക. പിന്നെ സ്ഥലവും തീയതിയും എഴുതുക. പ്രിയ ആരുഷ്, നിനക്കും വീട്ടിൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നീ ഇവിടുത്തെ താമസം മാറിയതിനാലാണ് ഇത്തവണ കത്തെഴുതാമെന്ന് കരുതിയത്. പുതിയ മലയാള പുസ്തകം എനിക്കിഷ്ടപ്പെട്ടു. നല്ല കഥകളും കവിതകളും ഉണ്ടതിൽ. ഇപ്പോൾ ക്ലാസ്സിലെടുത്ത കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന കഥ എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കഥയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളിൽ ഒരാളായ കോയയുടെ കഥ. വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇത്തരം തൊഴിലാളികൾ. ഒരു ആൺകുഞ്ഞ് പിറന്ന വാർത്ത അറിഞ്ഞതിൽ വളരെയധികം സന്തോഷവാനായി മാറിയ കോയ ഈ വിവരവുമായി മുതലാളിയുടെ അടുത്ത് പോവുകയാണ്. വിവരം പറഞ്ഞ അദ്ദേഹത്തിൽ നിന്ന് 100 ദിർഹം കടം വാങ്ങി അന്ന് തന്നെ പുതുതായി പിറന്ന മകനും ഭാര്യയ്ക്കും തുണിത്തരങ്ങൾ വാങ്ങി. ഈ വിവരം അറിയിച്ച് അന്നു രാത്രി തന്നെ ഭാര്യയ്ക്ക് കത്തെഴുതുകയും ചെയ്തു. പിറ്റേന്ന് തുണി പാഴ്സൽ അയക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് അതിന് 50 ദിർഹം കൂടി വേണം എന്ന കാര്യം. അയാൾ സുഹൃത്തുക്കളോടെല്ലാം ചോദിച്ചു. ആർക്കും അയാളെ സഹായിക്കാനാവുന്നില്ല. അയാൾ ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്രം കച്ചവടക്കാരൻ തിരിച്ചെടുക്കുമോ എന്ന് അന്വേഷിച്ചു. അയാളും കോയയെ കൈവിട്ടു. പരവശനായ അയാൾ മാർക്കറ്റിൽ അത് വിൽക്കാനായി തെരുവ് കച്ചവടക്കാരനെ പോലെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അവിടെയും നിരാശയായിരുന്നു ഫലം. അയാൾ ഇങ്ങനെ നടക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. നമ്മുടെയൊക്കെ ചിന്തയിൽ ഗൾഫുകാരൊക്കെ നല്ല പണക്കാരാണ്. പക്ഷേ ഈ കഥ വായിച്ചപ്പോൾ ആ ചിന്ത മാറി. ഇതുപോലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഗൾഫിലുണ്ടെന്ന് മലയാളം സർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. 6ാം ക്ലാസ് മലയാളം പുസ്തകം കിട്ടിയാൽ നീയും ഈ കഥ വായിക്കണേ. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരിക? നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുക. ഇഷ്ടത്തോടെ നിന്റെ അബി. ഇതിൽ തന്നെയുള്ള ബി ചോദ്യം. മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലവൻ ബാക്കിയായി. കുളിർത്തന്നൽ പോലവൻ എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നതെന്ത്? 1. പുഞ്ചിരിച്ചുകൊണ്ട് തന്നിൽ അർപ്പിതമായ ജോലി ചെയ്യുന്ന ഗാന്ധിജി. 2. ആരുമില്ലാതിരുന്ന തനിക്ക് ആശ്രമവും ആശ്രമവാസികളും സ്വന്തമാണെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചപ്പോൾ കുട്ടിക്കുണ്ടായ സന്തോഷം. അപ്പോൾ ഇതിൽ ഉത്തരം എന്താണ്? 2 ആണല്ലേ. അപ്പോൾ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇതിൽ തന്നെയുള്ള സി ചോദ്യം. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1. വലിയമ്മ കൊണ്ടുവന്ന കൊഴക്കട്ടയോളം രുചി ഒന്നിനുമില്ലെന്ന് കവി പറയുന്നു. 2. വിപണി നമ്മുടെ ജീവിതത്തെ കീഴടക്കിയതാണ് കാരണം. ഇതിൽ 1ഉം 2ഉം ശരിയാണ് അല്ലേ. അപ്പോൾ എന്താണ്?
ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നോക്കൂ. 1 തെറ്റാണ്, പക്ഷെ 2 ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 2 എന്നത് 1ന്റെ ശരിയായ വിശദീകരണമാണ്. 1 ശരിയാണ്, പക്ഷെ 2 അതിൻ്റെ യഥാർത്ഥ കാരണമല്ല. 1ഉം 2ഉം ശരിയല്ല. അപ്പോൾ എന്താണ്? 1 ശരിയാണ്, പക്ഷെ 2 അതിൻ്റെ യഥാർത്ഥ കാരണമല്ല എന്നതാണ് ശരിയായ ഉത്തരം. പ്രവർത്തനം 3 വിശകലനക്കുറിപ്പ്. അതിലുള്ള ചോദ്യം എ. പലഹാരപ്പൊതി തുറക്കാൻ ഇറയത്ത് മിഴിനട്ടു ചെറുമക്കൾ ഞങ്ങളന്ന് കൊതിയോടെ കാത്തിരുന്ന മധുരബാല്യം. കോയക്കട്ട എന്ന കവിതയിലെ ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. കവിയുടെ കുട്ടിക്കാലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പാടത്ത് പണിക്ക് പോകുന്ന വല്യമ്മ അന്തിയായാലാണ് തിരിച്ചെത്തുക. വല്യമ്മ വീട്ടിലെത്തിയാൽ പലഹാരപ്പൊതി തുറക്കാൻ കുട്ടികൾ കാത്തു നിൽക്കുകയാണ്. അവരെത്തുന്നതുവരെ ഇറയത്ത് മിഴി നട്ട് കൊതിയോടെ ചെറുമക്കൾ കാത്തിരിക്കുന്നു. ഈ കാലത്തെ കവി മധുരബാല്യം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൊഴക്കട്ടയുടെ മാധുര്യമാണ് അതിന് പ്രധാന കാരണം. അതുമാത്രമല്ല, കവി പിന്നീട് പറയുന്നുണ്ട് അതുപോലെ ഒരു ആഹാരം പിന്നീട് കഴിക്കാനായില്ല എന്ന്. ഈ പ്രായത്തിനിടയിൽ ധാരാളം വിഭവങ്ങൾ കഴിച്ചെന്നാലും കൊഴക്കട്ടയുടെ മാധുര്യമൊന്നും ലഭിച്ചിരുന്നില്ല. അതിൻ്റെ മാധുര്യം മനസ്സിൽ തങ്ങി നിൽക്കുന്നതിനാലാണ് ആ ബാല്യം പോലും മാധുര്യമൂറുന്ന മധുരബാല്യമായതെന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. എ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എഴുതാം. ബി അഭിപ്രായക്കുറിപ്പാണ്. കണ്ടോ അവൻ്റെ ഒരു കാര്യം, ഇത്ര അടുത്തുകൂടെ പോയിട്ടും അവൻ മാത്രം ഗാന്ധിയെ കണ്ടില്ല. ഗാന്ധിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയത്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറിപ്പെഴുതുക. ഗാന്ധിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ കുട്ടി ചെറുതാണെങ്കിലും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിനാലാണ് തൻ്റെ തൊട്ടടുത്തുകൂടെ പോയ ഗാന്ധിയെ അവൻ കാണാതിരുന്നത്. അതാണ് യഥാർത്ഥ തൊഴിൽ സംസ്കാരമെന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിക്കുന്നു. തൊഴിലിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന കുട്ടി മാത്രമാണ് തന്നെ ശരിയായി കണ്ടത് എന്നാണ് ഗാന്ധിജി വിലയിരുത്തുന്നത്. ജോലി ചെയ്യുന്ന സമയത്ത് അത് താല്പര്യത്തോടെ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് അവിടെയും നടന്നത്. അതിൽ തെറ്റില്ല. പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ്. 2 കവിതകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ആസ്വാദനം എഴുതിയാൽ മതി. അതിൽ ഒന്നാമത്തെ കവിത നോക്കൂ. എ. മഴയുള്ള ദിവസം. രാത്രി മഴ മൃദുവായി പെയ്യുന്നു. ഒരു സൗമ്യമായ ആനന്ദം, ശാന്തമായ ഈണം, ശാന്തമായ പല്ലവി. നനഞ്ഞ മണ്ണിൻ ഗന്ധം വായുവിൽ നിറയുന്നു. മഴയുടെ താളാത്മകമായ താളം, ശാന്തമായ ശബ്ദം. സൻഹ ഫാത്തിമ എഴുതിയതാണ്. നമുക്കതിൻ്റെ ആസ്വാദനക്കുറിപ്പ് ആദ്യം നോക്കാം. സൻഹ ഫാത്തിമ എഴുതിയ മഴയുള്ള ദിവസം എന്ന കവിത എനിക്കിഷ്ടപ്പെട്ടു. രാത്രികാലത്ത് പെയ്യുന്ന മഴയെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മഴ പെയ്യുന്നത് മൃദുവായാണ്. അതിലൂടെ സൗമ്യമായ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നു. പലകയിൽ വീഴുന്ന മഴത്തുള്ളി നൃത്തം ചെയ്യുകയാണ്. അതിനിണങ്ങുന്ന ശാന്തമായ ഈണത്തിലും പല്ലവിയിലുമാണ് മഴയുടെ പെയ്യൽ. നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധം വായുവിൽ നിറയുന്നു. മഴയുടെ ശബ്ദം പോലും താളാത്മകമാണെന്ന് കവി പറയുന്നു. നാം എല്ലാവരും മഴ ആസ്വദിക്കുന്നവരാണ്. നമ്മെ കൂടുതൽ ആസ്വാദനത്തിലേക്ക് നയിക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നു. സൗമ്യമായ ആനന്ദം എന്നത് മനോഹരമായൊരു പ്രയോഗമാണ്. മഴ പെയ്യുന്നത് ഒരു നൃത്തം വയ്ക്കലായും കവിക്ക് അനുഭവപ്പെടുന്നു. അതിനിണങ്ങുന്ന ശാന്തമായ ഈണത്തിലും പല്ലവിയിലും ഇന്ദ്രിയങ്ങളായ ചെവി, മൂക്ക് തുടങ്ങിയ അവയവങ്ങൾക്ക് മഴ വ്യത്യസ്തമായ വിരുന്നൊരുക്കുന്ന അവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുന്നു ഈ കവിതയിൽ. മഴയെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണുന്ന ഈ കവിതയിലെ കാഴ്ചകൾ മനോഹരമാണ്. അതിൻ്റെതായ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. സൻഹ ഫാത്തിമ എഴുതിയ മനോഹരമായ ഒരു മഴക്കവിതയായി ഇത് മാറുന്നു. ബി ചോദ്യം നോക്കൂ. അതായത് അതും ആസ്വാദനക്കുറിപ്പ് തന്നെയാണ്. കവിത വേറെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. ഒരു മഴയ്ക്ക് വേണ്ടി കൊതിച്ചിരുന്ന അവൾ ജാലകങ്ങൾ പതുക്കെ തുറന്നിട്ടു. ആകാശത്ത് ഒറ്റ മഴമേഘം പോലും കാണാനില്ല. അവൾ സൂര്യനോടായി പറഞ്ഞു, ഒരു മഴയെ ഭൂമിയിലെത്തിക്കാമോ? സൂര്യൻ ചിരിച്ചു. മാനത്ത് മേഘങ്ങൾ നിരന്നു. മഴത്തുള്ളികൾ ഓരോന്നായി ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. ജാലകത്തിലൂടെ അവൾ മഴയെ നോക്കി നിന്നു. മഴയ്ക്ക് എന്തു ഭംഗിയാണ്! ഓരോ തുള്ളികളായി മരച്ചില്ലകളിൽ, ഇലകളിൽ തട്ടി താഴെ വീഴുന്നു. പക്ഷികൾ കൂടുകളിലേക്ക് പാറുന്നു. വാടിയ ചെടികൾ തല ഉയർത്തി. ജാലകത്തിലൂടെ ഒരു കൈ അവൾ മഴയിലേക്ക് നീട്ടി. മഴ അവളെ കെട്ടിപ്പുണർന്നു. ഹംദ എഴുതിയ കവിതയാണ്. ഹംദ എഴുതിയ മഴ എന്ന കവിത മഴയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ആരെയും ഇഷ്ടപ്പെടുത്തും. മഴയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്കിതിൽ കാണാം. മഴ കാത്തിരിക്കുന്ന ആ പെൺകുട്ടി തൻ്റെ ജാലകവാതിലുകൾ മലർക്കെ തുറന്നിടുകയാണ്. പക്ഷെ അവൾ കണ്ടു, ആകാശത്തൊരു മഴമേഘങ്ങൾ പോലുമില്ല. അവളുടെ അഭ്യർത്ഥന സൂര്യനോടായി. അത് കേട്ടതോടെ സൂര്യന് ചിരി വന്നു. ആ കുട്ടിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ സൂര്യൻ ആകാശത്ത് മേഘങ്ങളെ നിരത്തി മഴത്തുള്ളികളായി താഴേക്ക് പതിപ്പിച്ചു. അവൾ ആ മഴയെ ജാലകവാതിലിലൂടെ നോക്കി. അവൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. മരച്ചില്ലകളിൽ തട്ടി, ഇലകളിൽ തട്ടി താഴെ വീഴുന്ന മഴ. പക്ഷികൾ കൂടുകളിലേക്ക് മടങ്ങുന്നു.
വാടിയ ചെടികളുടെ ഇലകൾ തല ഉയർത്തി. ആ നേരത്ത് മഴയിലേക്ക് കൈനീട്ടിയ അവളെ മഴ കെട്ടിപ്പുണർന്നു. ഈ കവിതയിൽ കാഴ്ചകൾ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. ഒറ്റ മേഘങ്ങളെയും കാണാതായപ്പോൾ സൂര്യനോടാണ് അവൾ കേണു പറയുന്നത്. ഒരു സ്വപ്ന ദൃശ്യം പോലെ മനോഹരമായ കാഴ്ചയായി കവിതയിൽ ഇത് അവതരിപ്പിക്കുന്നു. മഴ അവളെ കെട്ടിപ്പുണരുന്നതായും അവൾക്ക് അനുഭവപ്പെടുന്നു. കാവ്യഭാവന വിടർന്നു നിറയുന്ന കാഴ്ചയെ മനോഹരമായി കവയിത്രി ഇതിൽ അവതരിപ്പിക്കുന്നു. പ്രവർത്തനം 5 താരതമ്യക്കുറിപ്പ്. ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ കുട്ടിയെയും ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ കുട്ടിയെയും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ കുട്ടി ആരോരുമില്ലാത്തവനാണ്. ഗാന്ധിജിയെ കാണാനെത്തുന്ന കുട്ടി തനിക്ക് ആരുമില്ല എന്നാണ് അദ്ദേഹത്തോട് പറയുന്നത്. ഈ ആശ്രമവും ഇവിടെയുള്ളവരും നിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് അവന് ആശ്വാസം പകരുന്നു ഗാന്ധിജി. തൊഴിലൊന്നും അറിയില്ലെന്ന് അവൻ പറഞ്ഞതിന് ഭാരതാംബ അത് നൽകുമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ കുട്ടി തന്റെ തൊഴിലിൽ മുഴുകിയവനാണ്. തൊഴിലിനിടയിൽ ഗാന്ധിജി വന്നതുപോലും അവൻ കണ്ടില്ല. മറ്റൊരു കുട്ടി ഇക്കാര്യം ഗാന്ധിജിയോട് പറഞ്ഞപ്പോൾ തന്നെ കണ്ടത് അവൻ മാത്രമാണെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. ഈ രണ്ടു കുട്ടികളും വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ആശ്രമത്തിലെത്തിയവരാണ്. അവിടെ നാടിനു വേണ്ട പോരാളികളെ വാർത്തെടുക്കുന്നു. അതിൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല. എല്ലാവർക്കും അവരുടേതായ പങ്കുണ്ട്. ആദ്യത്തെ കുട്ടിയെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഗാന്ധിജി. എന്നാൽ ഗാന്ധിജി ആഗ്രഹിക്കുന്ന പോലെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയെയും നമുക്കിവിടെ കാണിച്ചു തരുന്നു. ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയെ പോലെ മാതൃകാപരമായി വളർന്നു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രവർത്തനം 6 വിവരണം. ബിച്ചായിശേരി താത്തയുടെ നേതൃത്വത്തിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് വിവരിച്ചത് കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാര വിഭവം തയ്യാറാക്കുന്ന രീതി വിവരിക്കുക. അധികം മിനക്കെടാതെ അല്പം മധുരം രുചിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ പറ്റിയ പലഹാരമാണ് ക്യാരറ്റ് ഹൽവ. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് മാറ്റിവെക്കുക. ആ പാനിൽ തന്നെ ക്യാരറ്റും ഒരു നുള്ളുപ്പും ചേർത്ത് 2 മിനിറ്റ് ഇളക്കുക. അതിലേക്ക് പാലും ചേർത്ത് മീഡിയം ചൂടിൽ വേവിക്കുക. ക്യാരറ്റ് വെന്ത് പാൽ വറ്റി വരുമ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. പഞ്ചസാര അലിഞ്ഞ് നന്നായി കുറുകി വരുമ്പോൾ ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഇളക്കി വാങ്ങി വയ്ക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ ഇതിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടെ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി പോവുക. ഈ ചോദ്യങ്ങൾ തന്നെ വരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഇതൊരു മോഡൽ ചോദ്യപേപ്പറാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ കേട്ടോ. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്